പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും സ്വാഗതം. BPCS 185 ഇമോഷണൽ കോമ്പിറ്റൻസ്, ഇതിനോടനുബന്ധിച്ച് ഫസ്റ്റ് യൂണിറ്റ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് ടൈം ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ യൂണിറ്റ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി ഈ ഒരു ക്ലാസ് ആവശ്യപ്പെട്ടിട്ട് രണ്ടാമത്തെ യൂണിറ്റ് കൊടുത്തില്ലല്ലോ എന്നൊരു ചിന്ത എന്നിൽ വന്നു. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടെങ്കിലും ഈ ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ യൂണിറ്റ് 2ലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് യൂണിറ്റിനെയും കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കോമ്പണൻസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്, ദാറ്റ് ഈസ് ദി ടൈറ്റിൽ ഓഫ് ദി ചാപ്റ്റർ. ഓക്കേ, അപ്പം ഈ ഒരു ഭാഗത്ത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. EI. What is emotional intelligence? You see, it reflects the current view in modern neuroscience, wherein emotions are framed as sources of useful data about our environment rather than hindrances or disruptors in rational thinking. Using emotions intelligently can provide competitive advantage in a world where technical knowledge and book smart may be in abundance. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് സോഴ്സസ് ഓഫ് യൂസ്ഫുൾ ഡേറ്റ, വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള ഡേറ്റ നമ്മളുടെ എൻവയോൺമെൻറ്റിനോടനുബന്ധിച്ച്, അതേപോലെ തന്നെ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ നമ്മളുടെ മാനുഷികമായ റാഷണൽ തിങ്കിങ്ങിനോടനുബന്ധിച്ച് ഒക്കെ വരുന്ന കാര്യമായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇമോഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഇമോഷൻസിനെ വൈഡ് മാനറിൽ, അത് വൈസ് മാനറിൽ യൂസ് ചെയ്യുക, വ്യാപകമായി ബുദ്ധിപരമായി അതിനെ കൈകാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇമോഷൻസിനെ ഇൻ്റലിജൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ട് അതിനെ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ എ വേൾഡ് വെയർ ടെക്നിക്കൽ നോളജ് ആൻഡ് ബുക്ക് സ്മാർട്ട്. അപ്പോൾ ഈ ഒരു തരത്തിലേക്കാണ് ഇതിനെ കാണുന്നത്. അതായത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ലോകമെന്ന് പറയുന്നത് വളരെയധികം സ്മാർട്ടായിട്ടുള്ള ഒരു ലോകമാണ്. അപ്പോൾ ഇവിടെ ഇൻ്റലിജൻസിൻ്റെ ആവശ്യകത വളരെ വലുതുമാണ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് നോക്കിയാൽ അവ എന്താണ് എന്നതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാങ്കേതിക യുഗത്തിൽ നാം എല്ലാം വളരെ കാര്യങ്ങളെ വൈകാരികമായി ചിന്തിച്ചുകൊണ്ട് അത് വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത കൂടിയാണ് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അതിലേക്ക് നാം വരുമ്പോഴേക്കും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നാം എന്തും വളരെ ഇൻ്റലിജൻ്റായിട്ട്, ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുവാനും അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുവാനും പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു തലത്തിലേക്ക് നാം എന്തൊക്കെ പരിഗണിക്കേണ്ടതായിട്ട് വരാം, അതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ നാം പരിഗണിക്കേണ്ട കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഓഫ് കോഴ്സ് ദ സോഴ്സസ് ഓഫ് തിങ്കിങ്, യൂസിങ് ഇമോഷൻസ് ഇൻ്റലിജൻ്റ്ലി, അതാണ് കാര്യം. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മേ ബി സ്കേഴ്സ്. അപ്പം നമുക്കിവിടെ വ്യക്തിപരമായിട്ട് നമ്മൾ പൊതുവെ മറ്റുള്ളവരിലേക്കുള്ള ആ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻ, പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻസ് ഈ ഒരു സൊസൈറ്റിയിൽ അതൊരു പക്ഷേ സ്കേഴ്സ് ആവാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു സ്കേഴ്സ് റിലേഷനാണ് പേഴ്സണൽ ലെവലിൽ വ്യക്തികൾക്കിടയിലുള്ളപ്പോൾ അത് പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്നബിലിറ്റി ടു ഡീൽ വിത്ത് അൺസർട്ടനിറ്റി, ദെൻ ആൾസോ certain complexities, then frustrations, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാവാം. അപ്പോൾ ഇമോഷനെ നാം ഇൻ്റലിജൻ്റ് മാനറിലാണ് നാം
കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ മുന്നിൽ വന്നു പെടുന്ന പല പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നാം എംഫസിസ് കൊടുക്കുന്നത് ഓൺ ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റ്, IQ ലെവൽ. സോ IQ ഇൻ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ്. ഇമോഷണൽ ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും അത് വളരെ ന്യൂ കൺസെപ്റ്റ് എന്ന രീതിയിലാണ് അതിനെ ഉപയോഗിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഈ IQവിൻ്റെ ലെവല് അത് നമ്മളിലെ പ്രായോഗിക തലത്തിൽ നാം അത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് ചൂണ്ടിക്കാട്ടുന്നത്, പറയാൻ പറ്റും. സോ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ്. എന്താണ് കൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്, അതിൻ്റെ മീനിങ് എന്താണ്, അതാണ് നാം നോക്കേണ്ടത്. സോ ദ ഡെഫിനിഷൻ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്, യു സി, emotional intelligence is a set of emotional and social skills that influence the way we perceive and express ourselves, develop and maintain social relationships, cope with challenges, and use emotional information in an effective and meaningful way. Several definitions of emotional intelligence have been proposed over the years. അപ്പോൾ ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. എന്താണ് ഇതിലെന്താ പറയുന്നത്? എ സെറ്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ്, വൈകാരികവും സാമൂഹികവുമായ ഒരു പറ്റം കഴിവുകളെ വളർത്തി ഉയർത്തി കൊണ്ടുവരുന്നതും അതെന്തിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് മേ ഇൻഫ്ലുവൻസ് ദ വേ വി പെർസീവ് ആൻഡ് എക്സ്പ്രസ് അവേഴ്സസ്. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുകയും നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന സോഷ്യൽ സ്കിൽസ് അതെന്തിന് ഡെവലപ്പ് ചെയ്ത്, അതായത് സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇമോഷണൽ ഇൻ്റലിജൻസിലെ പ്രധാനമായും കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്തെന്നാൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് the capacity for recognizing our own feelings and those of others. എന്തിനുള്ള കഴിവുണ്ടാവുക? റെക്കഗ്നൈസ് അവർ ഓൺ ഫീലിങ്സ്, നമ്മളുടെ സ്വന്തം ഫീലിങ്സിനെ നാം തിരിച്ചറിയുക, അതിനോടൊപ്പം തന്നെ നാം മറ്റുള്ളവരെയും തിരിച്ചറിയുക, അവരെയും മനസ്സിലാക്കുക എന്ന തരത്തിലുള്ളതാണ്. So that is one of the definition. Emotional intelligence is the capacity for recognizing our own feelings and also those of others, for motivating ourselves and for managing emotions well in ourselves and in our relationships. ഇത് ഡെഫിനിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗോൾമാൻ. he provided this definition in 1998. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ എന്താ എംഫസൈസ് ചെയ്യുന്നത്, എന്താ ഫോക്കസ് ചെയ്യുന്നത്? This definition emphasizing the knowledge about emotions can be used to make sense of our internal and social words and arrive at decisions accordingly. അപ്പോൾ ഇതെന്താണ്? ഒരു പ്രോബ്ലം നമ്മളുടെ മുന്നിൽ വന്നു ചേരുന്നു, അതുപോലെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അതിനുള്ള ആ ഒരു നോളജ്, അപ്പോൾ നാം അതിനെ സ്വായത്തമാക്കിയാണ്. അതായത് ഇറ്റ് എംഫസൈസസ് ദാറ്റ് നോളജ് അബൌട്ട് ഇമോഷൻസ് ക്യാൻ ബി യൂസ്ഡ്. ഇമോഷൻസിനോടനുബന്ധിതമായി വരുന്ന നോളജ് നാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ഇൻറ്റേർണൽ അഥവാ ഒരു സോഷ്യൽ പ്രോബ്ലം അതിനെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ടാക്കിൾ ചെയ്യുവാൻ, അതിനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ടാക്കിൾ ചെയ്യാൻ ആവശ്യം വേണ്ട ചില മെത്തേഡ്സ് നാം സ്വായത്തമാക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സോഷ്യൽ വേൾഡിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ സോഷ്യൽ വേൾഡിലൂടെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിലൂടെ നമ്മളുടെ മുന്നിലെത്തുന്ന ഒരു പ്രോബ്ലം അതിനെ എങ്ങനെയാണ് അത് ബുദ്ധിപരമായിട്ട് അതിനെ പരിഹരിക്കാനായിട്ട് നോക്കേണ്ടത് എന്നതാണ് അതിൽ പറയുന്ന കാര്യം. ഓക്കെ, ദെൻ മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. ദാറ്റ് ഈസ് സാലോവേ ആൻഡ് മേയർ. സാലോവേ SALO ആണ്. സാലോവേ ആൻഡ് മേയർ in 1990 initially defined emotional intelligence as a subset of social intelligence. സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ
ഉപവിഭാഗമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. എ സബ്സെറ്റ് ഓഫ് സോഷ്യൽ ഇൻ്റലിജൻസ്, that is the ability to monitor one's own and others' feelings and emotions, to discriminate among them, and to use this information to guide one's thinking and actions. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? എബിലിറ്റി ടു മോണിറ്റർ വൺസ് ഓൺ ആൻഡ് അതേഴ്സ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതായത് എങ്ങനെ എന്തിനുള്ള എബിലിറ്റിയാണ്? ടു മോണിറ്റർ വൺസ് ഓൺ, മറ്റുള്ളവരുടേതായ വികാര വിചാരങ്ങളെ കണ്ടറിയുവാനും മനസ്സിലാക്കുവാനും എന്നിട്ട് സിറ്റുവേഷൻസിനെ ടാക്കിൾ ചെയ്യുവാനും ഉള്ള ഒരു കഴിവ്, ഒരു കപ്പാസിറ്റി. അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുക. നമ്മുടെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻസിനെ ബുദ്ധിപരമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കണം. അതാണ് പറയുക, ബുദ്ധിപരമായിട്ട് വരുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക എന്നത്. ഓക്കെ, ദെൻ ജസ്റ്റ് ആസ് ഇൻ്റലിജൻസ് ഈസ് ക്വാണ്ടിഫൈഡ് ആൻഡ് മെഷേർഡ് ത്രൂ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ്. അപ്പം നമ്മൾ ഇൻ്റലിജൻസിനെ ഒരു ക്വാണ്ടിറ്റി മാനറിൽ അളന്ന് നോക്കുമ്പോഴേക്കും അതിനുള്ള ഒരു ഉപാധിയാണ് ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് എന്ന് പറയുക. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഇമോഷണൽ ക്വോഷ്യൻ്റ്, ദാറ്റ് ഈസ് EQ, അതിലൂടെയാണ് അത് മാർക്ക് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ദെൻ ഹിയർ ബ്രാഡ്ബെറി അതേപോലെ തന്നെ ഗ്രേവ്സ് 2009, ഈ ഒരു പീരീഡിൽ 2009 ഈ ഒരു കാലയളവിൽ രണ്ടുപേരും കൂടി ചേർന്ന് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആസ് ദി മിസ്സിംഗ് പീസ് ഇൻ കൺസെപ്ച്വലൈസിങ് എ കംപ്ലീറ്റ് whole personality and intelligence, comprising the other two key components. എന്ന് പറഞ്ഞാലോ, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഇവർ രണ്ടുപേരും കൂടി ഒരേപോലെ പറയുന്നത് എന്താണ്? മിസ്സിംഗ് പീസ്, എവിടെ നഷ്ടപ്പെട്ടു പോയ ഒരു ശകലമാണ്? പീസ് ഇൻ കൺസെപ്ച്വലൈസിങ് എ കംപ്ലീറ്റ്, അതായത് ഒരു കാര്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്, എന്നാൽ അതിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ പോയി, അതിനകത്ത് നിന്ന് മിസ് ചെയ്തു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പീസ്, അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മളെല്ലാവരും മാനുഷികമായിട്ട് നമ്മളിൽ വന്നു ചേരുന്ന ചില ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില ഇമോഷനെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റാറില്ല, നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ. അപ്പോൾ അത് എന്തുകൊണ്ട് പറ്റുന്നില്ല? ആ മിസ്സിങ് പീസ്. നമുക്കത് യുക്തിപരമായി ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഏത് പ്രശ്നവും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വയം അത് പരിഹരിക്കാം. പക്ഷെ നമുക്കപ്പോഴതിന് നമ്മുടെ തന്നെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതായിരിക്കില്ല നമ്മുടെ ഇമോഷൻസ്. അപ്പോൾ എന്ത് പറ്റുന്നു? നമുക്കത് എവിടെയോ എന്തോ അവിടെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുക. അതാണ് ആ മിസ്സിങ് പീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുക എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് പലരും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മറ്റു രണ്ട് പേരെന്ന രീതിയിൽ, അതായത് ഗ്ലോസോപ്പ് അതുപോലെ തന്നെ മിച്ചൽ 2005 ആ ഒരു പീരീഡിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലേൺഡ്. ദെൻ അൺലൈക്ക് ഇൻ്റലിജൻറ്റ് കോഷ്യോ വിച്ച് ഈസ് എസെൻഷ്യലി ഫിക്സഡ് വിത്ത് നാരോ പാരാമീറ്റേഴ്സ് അറ്റ് ബർത്ത്. ദെൻ EQ ക്യാൻ ബി ഡെവലപ്ഡ് ആൻഡ് എൻഹാൻസ്ഡ്. അതായത് IQ എന്ന് പറയുന്നത്, ഇൻ്റലിജൻറ്റ് കോഷ്യോ എന്ന് പറയുന്ന ഒരാളുടെ ജനനത്തെ തുടർന്ന് മാർക്ക് ചെയ്യപ്പെടുകയും പരാമർശിക്കപ്പെടുകയും അയാളെ ജനനത്തിൽ ആ കുട്ടി അങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ജന്മന അതിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്, അയാളുടെ IQ അങ്ങനെ വന്നു ചേരുന്നു എന്ന് പറയുന്നെങ്കിൽ ആ IQനെ മാറ്റി നിർത്തി നമ്മളിവിടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു തലം പരിശോധിക്കുകയാണെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് കുട്ടി വളരുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാം, അതിനെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാം. ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ആൻഡ് എൻഹാൻസ്ഡ്. ഇൻ അതർ വേർഡ്സ്, ടെമ്പറമെൻ്റ് ഈസ് നോട്ട് ഡെസ്റ്റിനി. അപ്പോൾ ടെമ്പറമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, അതൊരു ഡെസ്റ്റിനി അല്ല, മറിച്ചോ ടെമ്പറമെൻ്റ് നാം അത് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. സോ എമ്പതി ആൻഡ് കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ് ക്യാൻ ബി നർച്ചേർഡ്. അപ്പോൾ ഇതാണ് ഒരാളുടെ സ്വഭാവം, അയാളുടെ സ്വഭാവ രൂപീകരണം, ഒരു വ്യക്തി എന്ന രീതിയിൽ അയാൾക്കുണ്ടാവേണ്ടതായ
മറ്റുള്ളവരോടുള്ള എമ്പതി, അവയിലുള്ള ഒരു ശേഷി, അവയെല്ലാം മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആ ഇമോഷണലായിട്ടുള്ള കപ്പാസിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു കപ്പാസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഇൻ ഫാക്ട് വി ക്യാൻ സേ ദാറ്റ് സെവറൽ സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് older participants tend to score higher on EI measures and may indicate that EQ, emotional quotient, that increases with age and maturation. അപ്പോൾ EI ഇമോഷണൽ ഇൻ്റലിജൻസ്, EQ ഇമോഷണൽ കോഷ്യൻ്റ് എന്നതാണ്. ഓക്കെ, thus in order to consider the whole person, emotional intelligence must be കൺസിഡേർഡ് എലോങ്സൈഡ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ നാം നോക്കിയാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് നോക്കിയാലോ ദാറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് എലോങ്സൈഡ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ വ്യക്തിത്വവും അയാളുടെ ബുദ്ധിയും, ആ ബുദ്ധി പ്ലസ് അതുപോലെ തന്നെ വ്യക്തിത്വം, പേഴ്സണാലിറ്റിയും ആൻഡ് ഇൻ്റലിജൻസ്, ഇത് മൊത്തത്തിൽ കൺസിഡർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് പറയാൻ അയാളുടെ ഇമോഷണൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടേണ്ടത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ നമുക്ക് തീർച്ചയായിട്ടും മറ്റു ചില പൊതുകാര്യങ്ങൾ പറയാം. ചില പൊതുകാര്യങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴേക്കും ഫസ്റ്റ് വൺ, ഇമോഷൻസ് ആർ ഇൻഫോർമേഷൻ ആൻഡ് പ്രസൻറ്റ് യൂസ്ഫുൾ ഡേറ്റ എബൌട്ട് അവർ വേൾഡ്സ്. നമ്മളുടെ ലോകത്തിന് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് എന്ത് തന്നെയാണ്, ഇൻഫോർമേഷൻസ് തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ, ഡിസിഷൻസ് മസ്റ്റ് ഇൻകോർപ്പറേറ്റ് ഇമോഷൻസ് ഇൻ ഓർഡർ ടു ബി എഫക്റ്റീവ് ആൻഡ് ലീഡ് ടു ഇൻറ്റൻറ്റഡ് ഔട്ട്കംസ്. അപ്പോൾ തീരുമാനങ്ങളെല്ലാം തന്നെ നാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നാം വൈകാരിക തലത്തിലേക്ക് എന്ന രീതിയിൽ കൊണ്ടുപോകുമ്പോഴേക്കും അത് കൊണ്ടുപോകുന്നത് ഈ ഡിസിഷൻസ് എന്തിനെക്കുറിച്ച് തന്നെയാണേലും അത് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് നമ്മളുടേതായ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉള്ളതായിരിക്കണം. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് റെയ്ഹാർഡ്, അതേപോലെ തന്നെ ഷൂവാർട്സ് 2012 അവർ പറയുന്ന കാര്യം, അവർ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ദേ ഫൗണ്ട് ദാറ്റ് പീപ്പിൾ ഇൻ എ ലെസ് പോസിറ്റീവ് ഓർ ഈവൻ നെഗറ്റീവ് മൂഡ് പെർസീവ് ട്രൂത്ത്ഫുൾ ഇൻഫോർമേഷൻ മോർ എഫക്റ്റീവ്ലി ദാൻ ദോസ് ഇൻ എ പോസിറ്റീവ് മൂഡ്. അവർ പറയുന്നത് ഇമോഷണൽ ആ ഒരു മൈൻഡിൻ്റെ ലെവല് ഒരു നെഗറ്റീവ് മൂഡിലാണ് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ലെസ് പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് തലത്തിലേക്കുള്ളതല്ലേ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് മൂഡിൽ ജനങ്ങൾ ഇരിക്കുന്ന ഒരു ടൈമിൽ അവർ ഗ്രഹിച്ചു പോരുന്ന കാര്യങ്ങൾ കുറച്ച് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൂടുതൽ, അതായത് ട്രൂത്ത്ഫുൾ ഇൻഫോർമേഷൻ മോർ എഫക്റ്റീവായിട്ട് ഈ ഒരു സമയത്ത് ഏതിനെ അപേക്ഷിച്ച് പോസിറ്റീവ് മൂഡിലിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതലായിട്ട് അവർക്ക് പെർസീവ് ചെയ്യുവാൻ, അവർക്ക് ഗ്രഹിക്കുവാൻ, അവർക്ക് ഉൾക്കൊള്ളുവാൻ ഒക്കെ കഴിയും എന്നതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത്, വി ക്യാൻ ട്രൈ ടു ഇഗ്നോർ ഇമോഷൻസ് ബട്ട് ഇറ്റ് ഡസൻറ്റ് വർക്ക് എസ്പെഷ്യലി ഓവർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം. ദെൻ സപ്രസിങ് ആൻഡ് ഹൈഡിങ് ഇമോഷൻസ്, മനസ്സിലുള്ള വികാരങ്ങളെ നമ്മൾ മറച്ചു വയ്ക്കുക അല്ലെ അടിച്ചമർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ദാറ്റ് ടേക്ക് അപ്പ് വാല്യുബിൾ മെൻ്റൽ എനർജി ആൻഡ് കുഡ് ഹാവ് ബീൻ ഡയറക്റ്റഡ് അറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആൻഡ് ഈസ് ഹൈലി സ്ട്രെസ്ഫുൾ വെൻ കണ്ടിന്യൂഡ് ഫോർ ലോങ്. അതായത് വി ക്യാൻ ട്രൈ ടു ഇഗ്നോർ ഇമോഷൻസ്. ഒരുപക്ഷെ നമ്മളുടെ മനസ്സിൽ വരുന്ന വികാരങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൈൻഡ് ചെയ്യാതിരിക്കാം. പക്ഷേ ആ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ആ സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള വികാരത്തെ നാം സ്വയം എന്ത് ചെയ്യുകയാണ്, സപ്രസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒളിച്ചു വെക്കുകയാണ്. അങ്ങനെ ഒളിച്ചു വെക്കുകയോ സപ്രസ് ചെയ്യുകയോ ചെയ്യുന്ന ഇമോഷൻസ് അതെല്ലാം തന്നെ എന്തിലേക്ക് വഴിതെളിക്കും, ദാറ്റ് ടേക്ക് അപ്പ് വാല്യുബിൾ മെൻ്റൽ എനർജി. അത് നമ്മുടെ മനസ്സിൻ്റെ എനർജി ലെവല് വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എനർജി ലെവല് കൂട്ടാനായിട്ട് അത് ഇടയാകും. അങ്ങനെ വരുമ്പോഴേക്കും ദാറ്റ് കുഡ് ഹാവ് ബീൻ ഡയറക്റ്റഡ് അറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അപ്പോൾ ഒരു നമ്മുടെ ആരുടെയെങ്കിലും ഒരാളെ സംബന്ധിച്ച് അയാളുടെ മനസ്സിന് ഇതൊരു എനർജി കൂട്ടുന്ന കാര്യവും അതേപോലെ തന്നെ അതൊരു വലിയൊരു ജോലി എന്ന രീതിയിൽ അയാളെ മനസ്സിനെ എങ്ങോട്ട് നയിക്കും എന്നുള്ളതാണ് ഹൈലി സ്ട്രെസ്ഫുൾ, ഒരു ടെൻഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കാം. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇതിൽ പറയുന്നത് എന്താ, വി ക്യാൻ ട്രൈ ടു ഹൈഡ് ഇമോഷൻസ് ബട്ട് ആർ നോട്ട് ആസ് ഗുഡ് അറ്റ് ഇറ്റ് ആസ്
വി മൈറ്റ് തിങ്ക്. നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ സപ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോഴേക്കും ആ സപ്രസ് ചെയ്യുമ്പോൾ നമ്മൾക്കത് ഹൈഡ് ചെയ്യുകയില്ലേ, ഇമോഷൻസ് ഹൈഡ് ചെയ്യുകയില്ലേ. പക്ഷേ അതൊരിക്കലും നല്ലതല്ല. അങ്ങനെ ഹൈഡ് ചെയ്യപ്പെടുന്നത് നല്ലതല്ല. മോസ്റ്റ് പീപ്പിൾ ആർ ഏബിൾ ടു റീഡ് ടൈനി ഫ്ലീറ്റിംഗ് ചേഞ്ചസ് ഇൻ ഇമോഷണൽ എക്സ്പ്രഷൻസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദം കറക്റ്റ്ലി. അതായത് മിക്ക ആൾക്കാർക്കും വായനാശീലം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും, കുറച്ച് വായിക്കുന്നവരായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, ചില മാറ്റങ്ങൾ അവരിലുള്ളപ്പോഴേക്കും അവരെന്ത് ചെയ്യാറില്ല, അവരുടെ മാനസികമായിട്ടുള്ള ഇമോഷണൽ ചേഞ്ചസ് അവർ എക്സ്പ്രസ് ചെയ്യാതെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാതെ പോകുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ആ ടൈംലി ഇൻ്റർപ്രിട്ടേഷൻ, ടൈംലി എക്സ്പ്രഷൻ അതെല്ലാം അവിടെ വേണം. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ അതിനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതെ ജസ്റ്റ് ഒരു ഫേക്ക് സ്മൈലോടുകൂടി ശരിയായ രീതിയിൽ അവർക്ക് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്തെന്നാൽ അവരുടെ സ്മൈലിങ്ങും അവരുടെ ഐ മസിൽസ് എല്ലാം തന്നെ വളരെയധികം എന്ത് ചെയ്യുകയാണ്, ടെൻഷൻ്റെ ആ ഒരു തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന രീതിയിൽ നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലേക്ക് വന്നു പെടുന്നത് എന്താണോ ആ വന്നു പെടുന്ന വൈകാരികമായ ആ നിമിഷം എന്തായാലും അത് എക്സ്പ്രസ് ചെയ്യുകയും അത് ഏത് തരത്തിലുള്ളതാണെന്ന് വെച്ചാൽ അതിനെ ഹൈഡ് ചെയ്യാതെ അതിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ നോട്ടീസബിളാക്കി അതിൻ്റെ ഒരു തലത്തിലേക്ക് അതിന് വ്യക്തമായ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്നതിനൊരു പ്രധാനമായ ടാസ്ക് എന്ന രീതിയിൽ തന്നെ മനസ്സിന് സ്ട്രെസ്സ് കൊടുക്കാതെ അല്ലെങ്കിൽ സ്ട്രെസ്സ് ഫുൾ ആവാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് സെക്കൻഡ് യൂണിറ്റിലെ ആദ്യത്തെ ഒരു ഭാഗം. അതായത് സെക്കൻഡ് യൂണിറ്റിലെ എന്താ പറയുക 2.1 ആൻഡ് 2.2 ആ ഒരു പാർട്ടിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിലൂടെ തരാം. അപ്പോൾ ക്ലാസ് താമസിച്ചതിൽ ക്ഷമിക്കുക. കാരണം എൻ്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു ലെസൺ പാർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുമ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് വീഡിയോയാണ്, കുറച്ച് പേരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ട് പോകുമ്പോൾ ജസ്റ്റ് ക്ലാസ് കേട്ട് പോയാൽ പോരാ, മറിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കറിയാൻ വയ്യാത്തൊരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു വിവരണം കൂടിയാണ്. അപ്പോൾ അതിനെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായി കണക്ട് ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്തു തരണം. അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ വീണ്ടും എനിക്ക് ക്ലാസ് ഇട്ട് തരാനും തോന്നും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. വീണ്ടും ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്. ഓക്കെ.